ഒരു മഴ പെയ്താൽ ഒറ്റപ്പെട്ടു പോകുന്ന കുറച്ച് ആളുകളെ കാണാനാണ് നമ്മുടെ ഈ യാത്ര. നമ്മളിപ്പോൾ പോകുന്നത് ഒരു റോഡിലൂടെയാണ്. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് ചങ്ങനാലിമൽ എന്ന സ്ഥലം. തടത്തിൽ പള്ളിക്കടവ് റോഡാണിത്. എല്ലാ മഴക്കാലത്തും ഈ ഒരു തോണിയെ ആശ്രയിക്കുകയാണ് ഇവർ. വലിയ പാടല്ലേ? വലിയ പാടാ. ഈ ഹോസ്പിറ്റലിൽ പോകാനും എല്ലാത്തിനും ഭയങ്കര ഗതികേടാ. സ്കൂളിലേക്കുള്ള കുട്ടികളും പോകുന്ന ഇപ്പം ഇതിൽ തന്നെ. അപ്പോൾ കുട്ടികളൊക്കെ വിടാൻ പേടിയാണ്. കാരണം കാറ്റ് ഇതൊക്കെ അടിച്ചാൽ തോണി അങ്ങോട്ടും കാട്ടിലേക്ക്. ഇവിടെ റോഡും പാടേതൊന്നും അറിയില്ല. കാരണം രണ്ടും കൂടി ഒന്നിച്ച് ചേരുകയാണ്. അപ്പം ഇനി അവിടെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഒലിവെക്കാരും. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിടാനും രക്ഷിതാക്കൾക്ക് പേടിയാണ്. കാരണം ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ കൊണ്ട്. ഈ രാത്രിയിലൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും? അവർക്ക് ബുദ്ധിമുട്ടാണ്. വീട്ടിലേക്ക് പോകാനുള്ള വേറെ ഒരു വയ്യും ഇതും ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കിട്ടിയാലേ വീട്ടിലേക്കുള്ള പോക്ക് നടക്കുകയുള്ളൂ. വിളിച്ചു വരുത്തലാണ്. ഉറങ്ങണോലുണ്ടാകും. വളരെ ബുദ്ധിമുട്ടാണ് രാത്രി വരുന്നവർക്ക്. പിന്നെ നേരം വെളുക്കുകൾ കാത്തിക്കണം. നമ്മളൊക്കെ 3-3:30 പണി കഴിഞ്ഞ് വരിക. നേരത്തെ തോണി ഇല്ല, ഇവിടെ നിന്ന് തന്നെ പഠിച്ച് തുടക്കമായിട്ട് ഇവിടെ നിന്ന് തന്നെ. ഇവിടെ കൊല്ലങ്ങളായി ഇങ്ങനെ വെള്ളം കയറി ആദ്യമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് തോണി പഠിക്കുന്നത്. ഒരാഴ്ചയായി ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട്. കാരണം വെള്ളമേറി 10 മണി 11 മണിയാവും വരുമ്പോൾ. അപ്പോൾ ഒരാൾ വിളിച്ച ആ ടൈമിന് എല്ലാവരും ഇപ്പോൾ വർക്കിലായിരിക്കും. അപ്പോൾ ആരും കിട്ടൂല. അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. വലിയ പാടാണോ ഇവിടെ? വലിയ പാടന്നെ ഇവിടെ. വെള്ളത്തിന് ഒരു മരുന്നിന് ഗുളികക്കും ഒക്കെ പോകാൻ ഡോക്ടറത്തേക്ക് മരുന്ന് കഴിഞ്ഞ മാതിരി നിൽക്കാന്നല്ലാതെ ഒന്നിനും കഴിയൂല. അത്രയും ബുദ്ധിമുട്ടാണ്. കുട്ടികളാണെങ്കിൽ ചെറിയ മക്കൾ സ്കൂൾക്കും നഴ്സറിക്കും എല്ലായിടത്തേക്കും പോണത് ഗതിയുടെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. മഴ പെയ്താൽ പിന്നെ അതിലങ്ങോട്ട് വെള്ളം കണ്ട് കയറി. പിന്നെ കുട്ടികൾക്കും നടക്കാൻ പറ്റുക, ആർക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റുക. ഡോക്ടറത്തേക്ക് മരുന്നിന് പോകാൻ വരെ ഞങ്ങൾക്ക് ഇവിടെ പറ്റുക. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ. കുറേ കാലമായി ഞങ്ങളിപ്പോൾ അനുഭവിച്ചല്ലോ തുടങ്ങിയിട്ട് ഇന്നലെ കുറേ കാലമായി ഞങ്ങൾ ഇച്ചയൊക്കെ ബുദ്ധിമുട്ടായി നിൽക്കുന്നത്. ആശുപത്രിക്ക് പോകണമെങ്കിലും ഗർഭിണികളായാലും പിന്നെ സ്കൂൾ കുട്ടികളാണെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഈ വെള്ളത്തിൻ്റെ മാത്രമല്ല, റോഡ് ഇവിടേക്ക് ഒരു വണ്ടി വിളിച്ചാൽ ഒരു വണ്ടി വരൂല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക്. വയസ്സന്മാർ, കുട്ടികൾ പിന്നെ ഒക്കെ ബുദ്ധിമുട്ടായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ മക്കൾക്കൊക്കെ സ്കൂൾ പോകാനൊക്കെ അതിനെ ഇപ്പം ഞങ്ങൾ കുടുങ്ങി കിടക്കുന്നത് ഇവിടെ. കിടങ്ങാറായി നിൽക്കുക. തോണി കൊണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് തോണി കയറാൻ പേടിക്കാം. മഴ ചെയ്താൽ പിന്നെ സ്കൂൾ പോകില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ള കഥ. വേറെ വഴിയില്ലല്ലോ? ഇല്ല, വേറെ ഒരു വഴിയുമില്ല. ഈ വഴി തന്നെ ഉള്ളൂ. ഒറ്റ വഴിയുള്ളൂ. ഒറ്റ വഴിയുള്ളൂ. അതേമാതിരി തന്നെ പുറത്തിറങ്ങാൻ കുടുങ്ങാണ്. പണിക്ക് പോകാൻ കഴിയണില്ല. മരുന്ന് വരെ വാങ്ങാൻ പോലും 4 പെൺമക്കളാണ്. കുട്ടികളൊക്കെ വന്ന് പറയോ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ വലിയ പാടാന്നൊക്കെ? കുട്ടികൾ സ്കൂളിൽ വന്നിട്ട് പറയും അമ്മമ്മ വലിയ പാടാണ് സ്കൂളിൽ പോകാനെന്നൊക്കെ വന്നാണ്ട് അവർ പറയും. നമുക്ക് ഈ തോണിയിൽ അയക്കുമ്പോൾ നമുക്ക് പേടിയാവുകയാണ്. ഓല് വീട്ടിലെത്തോളം നമുക്ക് സമാധാനമില്ലല്ലോ. അത്രയും കഷ്ടപ്പാടിലാണ്. ഞങ്ങൾക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. കുട്ടികൾ സ്കൂൾ പറഞ്ഞയക്കാനൊക്കെ ഒരു വണ്ടി ഇങ്ങോട്ട് വരൂല. സ്കൂൾ വണ്ടികളൊന്നും ഇങ്ങോട്ട് എത്തണില്ല. പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വന്നാൽ ബുദ്ധിമുട്ടാണ്. ഒരു പ്രഗ്നൻ്റ് ആയിക്കണ പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബേജാറാണ്. ഞങ്ങൾക്ക് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. വെള്ളം കയറാന്ന് കണ്ടാൽ ഞങ്ങൾ വേഗം ബുദ്ധിമുട്ടായിട്ട് പോവുകയാണ് ചെയ്യണത്. അതായത് കാര്യമായിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടായി കിട്ടണം ഞങ്ങൾക്ക്. വെള്ളം കയറുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബേജാറാണ്. കുട്ടികളായിട്ട് അകത്ത് നിൽക്കാനില്ല. ഇവിടെ എന്തെങ്കിലും സഹായം ഇവിടെ കളക്ടർ വന്നു പോയി കഴിഞ്ഞ വർഷം. ആ വെള്ളപ്പൊക്കത്തിന് ആ വീടിൻ്റെ ആ നില വരെ പ്രളയത്തില് അത് വരെ മൂടിയ. ഇതുവരെ ആ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരെ വെള്ളം വരും. ഒരു കാര്യങ്ങളും ഇല്ല. പറഞ്ഞാൽ അവർ വന്ന് പറഞ്ഞ് അവർ പോവും തരാം. അപ്പോൾ ഞങ്ങൾ സമാധാനത്തിൽ നിൽക്കും. നാളെ നന്നോ മഞ്ഞു. പിന്നെ അടുത്ത മഴയാകുമ്പോഴേക്കും ഇങ്ങനത്തെ അടുത്ത മഴയാകുമ്പോഴേക്ക് റോഡാക്കി തരാം. ഈ ഹൈറ്റിൽ അവിടുത്തെ ഹൈറ്റിൽ അവിടെ വരെ ആ വളവ് വരെ ആക്കി തരാൻ പ്രസിഡന്റ് പറഞ്ഞു പോയാൽ. പിന്നെ പ്രസിഡന്റിനും കണ്ടിട്ടില്ല, ആരെങ്കിലും ഇല്ല. ഇതിപ്പോൾ നിലവിൽ നമ്മൾ പഞ്ചായത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇപ്പോൾ ഓവർസീറോ കൊണ്ടുവന്ന് ഞങ്ങൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗം കെട്ടി പൊന്തിച്ചിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏകദേശം 60 ലക്ഷം രൂപേൻ്റെ എസ്റ്റിമേറ്റ് അടക്കം ഞങ്ങൾ പഞ്ചായത്തിൽ സമർപ്പിച്ചു. അപ്പോൾ പഞ്ചായത്ത് പറഞ്ഞത് ഈ പഞ്ചായത്തിൽ നിന്ന് എന്തായാലും 60 ലക്ഷം രൂപയുടെ ഒറ്റ ഫണ്ട് വെക്കുക എന്നുള്ള പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് മേന്നുള്ള ഫണ്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ അപേക്ഷ തിരിച്ചു മുഖ്യമന്ത്രിൻ്റെ ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതി എന്ന അതിലേക്ക് ഞങ്ങൾ കൊടുത്ത്. അപ്പോൾ അവിടുന്ന് മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് തേടിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് റിപ്പോർട്ട് അയച്ചു. ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയിലേക്ക് നീങ്ങി കിട്ടി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി കിട്ടും. മഴ പെയ്യണ ഇവിടുത്തെ ആളുകൾക്ക് പേടിയാണ്.
മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ സ്ഥിതി. ഇവിടെ ഒരു വാഹനം വരില്ല. പിന്നെ മക്കൾ അങ്ങോട്ട് കടത്തണമെങ്കിൽ ഈ ഒരു തോണിയിലാണ് കടത്താൻ കഴിയുള്ളൂ. അപ്പം ഞങ്ങൾക്ക് എന്താ അസുഖങ്ങൾ വന്നാൽ കുട്ടികളെ വരെ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഈ തോണി മാത്രമേ മാർഗുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അംഗനവാടി കുട്ടികൾ മുതൽ LLB പഠിക്കുന്ന കുട്ടികൾ വരെ ഈ പ്രദേശത്ത് നിലവിലുണ്ട്. അവർ വരെ ആശ്രയിക്കുന്ന റോഡാണിത്. ഇതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് മുതൽ MLA MP ജില്ലാ പഞ്ചായത്ത് പോകാത്ത സ്ഥലങ്ങളില്ല. ഹെക്ടർ കണക്കിന് ഭൂമിൻ്റെ ഇവിടെ കൃഷി ചെയ്യണേ. എല്ലാവർക്കും ഉണ്ട് കൃഷി, എല്ലാ പച്ചക്കറി ഉണ്ട്. ആർക്കും കൃഷി ഉണ്ട്. അവർ ബുദ്ധിമുട്ടായതുകൊണ്ട് കൃഷി ചെയ്യാതൊക്കെ ഇപ്പോൾ അധികം ആൾക്കാരോ വഴിയില്ലാത്തതുകൊണ്ട് റോഡ് അത്രയും മോശമാണ്. റോഡ് വേനൽക്കും ഞങ്ങളെ റോഡ് ഇങ്ങനെ വെള്ളം ഇല്ലെങ്കിലും റോഡ് മോശമാണ്. റോഡ് വണ്ടി പോരില്ല, ഓട്ടോറിക്ഷ പോരില്ല, ഗുഡ്സുകളൊന്നും പോരില്ല. റോഡ് അടായി പോലെ ഏത് സമയത്തും വേണ്ടപ്പെട്ട അധികാരികൾ ഇത് തിരിഞ്ഞു നോക്കണില്ല. ഞങ്ങൾ എത്ര പറഞ്ഞിട്ടു 20 വർഷമായി ഇപ്പോൾ ഈ റോഡ് കിടക്കണം. ഈ റോഡ് ഇപ്പോൾ ഇവിടെ അടുത്ത് പ്രദേശത്തിലൂടെ ഇപ്പോൾ എവിടുന്നാ വരുന്നത് നിങ്ങൾ? ഹോസ്പിറ്റലിൽ നിന്നാണ്. നമ്മളെ വാപ്പക്കും സുഖമല്ല, കുട്ടിക്കും സുഖമല്ല. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി വരുന്ന രംഗമാണിത്. നമ്മൾ ഇത്രയും ദുരിതമാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ നമ്മളെ അവസ്ഥ. ഏതെങ്കിലും ഒരു മഴക്കാലത്തോ പ്രളയകാലത്തോ ഉള്ള ബുദ്ധിമുട്ടുകളല്ല ഇവർ പറയുന്നത്. എല്ലാ മഴക്കാലത്തും സ്ഥിരമായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സ്കൂളിലെത്താനുള്ള ബുദ്ധിമുട്ട്, ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ നിരവധിയായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് 20 വർഷമായി ഇവർ ജീവിക്കുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഇവർ ചോദിക്കുന്നത്. വിഷ്ണു പ്രഭാകരനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.